നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടെ നിങ്ങളുടെ മരുമകളില്ലേ ദേവിക? ഉണ്ട്. അക്ഷരം വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ പോകുന്ന. ആ വന്നു സാർ, ഇപ്പൊ വന്നേ ഉള്ളൂ. അല്ല സാർ, എന്താ പ്രശ്നം എന്താ? അവരൊന്ന് വിളിക്ക്. അല്ല അവരോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ അമ്മേ? പുറത്ത് പോലീസ് വന്ന് നിൽക്കുന്നു. പോലീസോ? എന്തിനാ? അതെ, ഒന്നും പറഞ്ഞില്ല. വാ. അയ്യോ, എന്താ മനോഹര, എന്താ ഇവരൊക്കെ ഇവിടെ? ഞങ്ങളെ കുറച്ച് കുറുന്തോട്ടി വരയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാ അമ്മച്ചി. ഇവിടുത്തെ പുരയിടത്തിലെ നല്ല കുറുന്തോട്ടി ഉണ്ടെന്ന് കേട്ടിട്ട് വന്നതാ. യൂണിഫോമിൽ നിൽക്കുന്ന പോലീസുകാരെ കണ്ട് അറിഞ്ഞൂടെ അമ്മച്ചി, ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന്. സാറേ, അമ്മ അറിയാതെ. സാറേ, ഇതാണ് ദേവിയെടുത്തി. എന്താ സാറേ കാര്യം? അത് ഞാൻ അവിടെ പറഞ്ഞോളാം. പറയണം സർ, എന്തിനാ എന്നെ അന്വേഷിച്ചത്? പറയാം. വളച്ചു കെട്ടി സമയം കളയുന്നില്ല. അതെടുത്തോണ്ട് പോരാ ദേവികെ. എന്ത്? ഓ, ഒന്നും അറിയാത്ത പോലെ അക്ഷരം വീട്ടിൽ നിന്ന് എടുത്തോണ്ടൊന്ന് ആ മാലേ. മാലയോ? അയ്യോ, ഏത് മാല? അക്ഷരം വീട്ടിലെ അക്ഷരയുടെ ഒരു മാല. അവരുടെ ഒരു മാല കാണാതായിന്ന് ഒരു കംപ്ലൈന്റ് തന്നു. 8-10 ലക്ഷം രൂപ വിലയുള്ളതാ. ട്യൂഷൻ ടീച്ചറായ നിങ്ങളെയാണ് അവർക്ക് സംശയം. എന്റെ ഭഗവതി, എവള് മോഷണവും തുടങ്ങിയോ? ഇനി ഇതിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഭയങ്കരം. ഇല്ല സർ, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. അതെ സാറേ, ദേവിയെടുത്ത് ഞങ്ങളൊരാളല്ല. ദേവികയ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല സർ. അവളുടെ ആവശ്യങ്ങളൊക്കെ നിനക്കാണോ കൃത്യമായിട്ട് അറിയാവുന്നത്? അമ്മയൊന്നും വിട്ടായിരുന്നു സാറേ. ദേവി ഞങ്ങൾക്ക് മരുമകളല്ല, മകള് തന്നെയാ. ദേവി ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല, ചിന്തിക്കുക പോലുമില്ല. ദേവിക നിങ്ങളുടെ മകളോ മരുമകളോ മച്ചമ്പിയോ മാതലിനോ എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി ചെയ്തല്ലേ പറ്റൂ. ദേവികയുടെ മുറിയേതാണ്, ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം. സർ വരൂ, വന്ന് പരിശോധിക്കാം. ആ അതെ, നിങ്ങളും വരണം. തൊണ്ടി മുതൽ പോലീസ് കൊണ്ടുവച്ചെന്ന് നാളെ പരാതി വരരുതല്ലോ. ചെല്ലടാ. അയ്യോ അമ്മേ, അയ്യോ അവള് മാലക്കള്ളി. വരൂ സർ. നോക്കോളൂ സർ. നോക്ക്. മറിക്ക്. വന്നല്ലോ വനമാല. സർ, ഇത്
എന്തായത്? സാർ എനിക്കൊന്നും അറിയില്ല സാർ. അയ്യോ, ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. എന്നാലേ എനിക്കറിയാം. പടിഞ്ഞാറങ്കാറ്റത്തെ പറന്നു വന്നതാ. സാർ, ദേവിക മോള് പറഞ്ഞ സത്യവാ. മനോഹര, ഇതിലും മനോഹരമായിട്ട് സംസാരിക്കാൻ എനിക്കറിയാം. എന്നെ കൊണ്ട് വെറുതെ കെ പോലീസിന്റെ ഭാഷ എടുപ്പിക്കല്ലേ. സാർ, എനിക്കൊന്നും അറിയില്ല. സാർ, എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞാനിതൊന്നും എടുത്തിട്ടില്ല. പിടിച്ചോണ്ട് പോയി ഇവിടെ. അയ്യോ സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അച്ഛാ, സാർ, ഞാൻ പറയുന്നത് കേൾക്ക്. സാർ, സാർ, ഞാൻ സാർ പ്ലീസ് സാർ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. സാർ 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 ഇതിലെന്തോ ചതിയുണ്ട്. ആരെങ്കിലും മോഷ്ടിച്ച മുതൽ ബോക്സിനകത്താക്കി ബെഡിനടിയിൽ വെക്കും. അത് പോയിന്റ്. കൂടുതൽ പോയിന്റും ഡിഫൻസും ഒക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് പേടിക്കണ്ട. സ്റ്റേഷൻ ഇപ്പൊ ജനമൈത്രിയാ. അച്ഛാ ഒന്ന് പറ. സാർ പ്ലീസ് മോളം പേടിക്കണ്ട മനോഹര, കൊച്ചു സേഫ് ആയിരിക്കും. പ്ലീസ്, അവളൊന്നും ചെയ്തിട്ടില്ല. അതെ, ഒരു പോലീസ് ജീപ്പ് ഒരുപാട് നേരം വീടിന്റെ മുന്നിൽ കിടന്നാലേ ഈ വീടിന്റെ മതിലിലെ അയൽക്കാരുടെ തലയുടെ എണ്ണം കൂടും. കാഴ്ചക്കാരെ, അതുകൊണ്ടേ രംഗം കൂടുതൽ വഷളാക്കണ്ട. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഈശ്വര, നാണക്കേട് കാരണം മനുഷ്യരുടെ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാണല്ലോ. നിത്യ, ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾ പറയുന്നതൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന അമ്മേ. സർ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. നിങ്ങൾ ആരെങ്കിലും കൂടെ സ്റ്റേഷനിലേക്ക് പോരെ. ദേവിക വരൂ. സർ, അച്ഛാ, മോളെ, അയ്യോ മോളെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ സർ, പ്ലീസ് സർ. എന്റെ മോള് സാർ അങ്ങനെയൊന്നും ചെയ്യില്ല സാർ. മോളെ, പിടിച്ച് കേട്ടവളെ. സാർ, സാർ പ്ലീസ്. സർ, സർ പ്ലീസ് സർ.